പിണങ്ങിയിരിക്കുന്നവർ, പല വിഷയങ്ങൾ കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവർ, കർത്താവ് ആരിപ്പോൾ ഇങ്ങനെ ചൂടാക്കുകയും വാടിപ്പോയി നനച്ച് കുളിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുക്കിയിടം പോലെ കുടുംബത്തിൽ ഒത്തിരി ഭാരങ്ങൾ ഒരുമിച്ച് വഹിക്കുന്ന അനേകം മക്കളുണ്ട്. പെങ്ങന്മാരെ കല്യാണം കഴിപ്പിക്കേണ്ട ഭാരങ്ങൾ, അതുപോലെ തന്നെ കഴിച്ചുവിട്ട ഒരു ഭവനത്തിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ, അവിടുന്ന് വിവാഹം പെശകി വീട്ടിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ, അത് കാരണം ആ മക്കളുടെ കല്യാണം നടക്കാത്ത അവസ്ഥകൾ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സങ്കടങ്ങളുമായി അങ്ങയുടെ മക്കൾ അങ്ങയുടെ ദിവസം കണ്ണീരോട് നിൽക്കുന്ന കർത്താവേ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബങ്ങളെ നീ ആശീർവദിക്കണം. പരസ്പരം പല വിഷയങ്ങളുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ചും ക്യാൻവാസ് ചെയ്തും വസൂലാക്കിയും ഗ്രൂപ്പിസം ഉണ്ടാക്കിയും കുടുംബത്തിൽ പോരുണ്ടാക്കുന്ന, പൗശന്യമുണ്ടാക്കുന്ന, മത്സരമുണ്ടാക്കുന്ന അവസ്ഥകൾ യേശു ക്രിസ്തു നാമം നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മ, ദേവമാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് അനുഭവവേദ്യമാകേണ്ട പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനപ്പെടുന്നവർ, അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, ഇനി ലീവ് തുടങ്ങാൻ ഈ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടേ ഒതുക്കുമെന്നറിയാൻ പല വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. പല വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പിള്ളേരുണ്ട്. പിള്ളേർക്കാണെങ്കിൽ അവിടെ കൗമാര പുസ്തകങ്ങളിലെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്ത കാരണം ലക്കിൽ ലഗാനുമില്ലാതെ അപ്പനെയും അമ്മനെയും അറിയാതെ ജീവിക്കുന്ന സ്നേഹമില്ലാത്ത മക്കളുണ്ട്. അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഒറ്റ ആശീർവാദത്തെ കുഞ്ഞുങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി ഒരു മനുഷ്യപ്പറ്റിയില്ല സംസാരിക്കുന്നവരുണ്ട് ഈശോയെ, ഒരു മനുഷ്യപ്പറ്റിയില്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുണ്ട് ഈശോയെ. അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കരുണ കാണിക്കാമായിരുന്നു, കുറച്ചുകൂടി അവർക്ക് മറ്റുള്ളവർക്കൊരു എയർ കൊടുക്കുന്ന രീതിയിൽ, ഓക്സിജൻ കൊടുക്കുന്ന രീതിയിൽ അവർക്ക് പെരുമാറാമായിരുന്നു. മനഃപൂർവ്വം പെരുമാറാതെ ദുഷ്ടബുദ്ധിയോടുകൂടി കർത്താവെ മർക്കട മുറ്റോട് നിൽക്കുന്നവരുണ്ട് ഈശോയെ. അവരെ നീ പ്രത്യേകം ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ യാത്ര ശുഭദീർഘമാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ, മീറ്റിങ്ങുകൾ എല്ലാം കർത്താവിന് ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ആവശ്യപ്പെടുന്ന, ഒരു സംസാരം ആവശ്യപ്പെടുന്നു, ഒരു ആലോചന ആവശ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നല്ല ഉപദേശം കൊടുക്കുവാനും അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഗുണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് നിങ്ങളെ ക്രമീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു.